സങ്കീർത്തനം 53. ദൈവനിഷേധകന്റെ മൗഢ്യം. ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവൻ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവരാരുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവരില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ തൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും. അവർ ലജ്ജിതരാകും. ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വരുന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. കർത്താവായ ദൈവമേ, വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളെ തിരികെ തേടി കണ്ടുപിടിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന നല്ലിടയാ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങയിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥകളിൽ എപ്പോഴും നന്മ ചെയ്യുന്നവരായി ജീവിക്കുവാനും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ടും അങ്ങയെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടും ജീവിക്കുവാനുള്ള കൃപയേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.